നാലുകെട്ട് MT വാസുദേവൻ നായർ ഭാഗം 7. ഇത് വടക്കേപ്പാട്ടെ തറവാടാണ്. അവൻ ഇവിടുത്തെയാണ്. അവൻ്റെ അമ്മ ഇവിടുത്തെയാണ്. അവൻ താമസിക്കുന്ന വീട്ടിൽ ഒരു മുറിയും തളവും അടുക്കളയും മാത്രമേയുള്ളൂ. ചുമർ ചെത്തി തേച്ചിട്ടില്ല. രാത്രിയിൽ ചെങ്കല്ലിൻ്റെ കഷ്ണങ്ങൾ പായിൽ അടർന്നു വീഴും. നാലുകെട്ടിൻ്റെ മുകളിൽ വരി വരിയായി ജനവാതിലുകൾ കണ്ടു. ഓരോ ആൾക്കും മുറിയുണ്ടാവുമോ? കുട്ടികൾക്കും? പത്തായപ്പുരയുടെ മൂലയോടിൻ്റെ താഴെ ഒരു പരമ്പുകൊട്ട ആടിക്കളിച്ചിരുന്നു. അതിൽ ഒരമ്പലപ്രാവ് പറന്നു വന്നിരിക്കുന്നതും കണ്ടു. കൂടായിരിക്കും. മുട്ടകളും കുഞ്ഞുങ്ങളും ഉണ്ടാവും. പത്തായപ്പുരയുടെ തട്ടിൻപുറത്ത് കയറി പാളി നോക്കിയാൽ കാണാം. വരേണ്ടിയിരുന്നില്ല. ഞാൻ ഇവിടുത്തെയാണ് എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ തോന്നി. ആരും നോക്കാതെ ആരും സംസാരിക്കാതെ ഇരിക്കുന്നത് അസഹ്യമായി തോന്നി. ഞാൻ വടക്കേപ്പാട്ടെയാണ്. എൻ്റെ പേർ വി അപ്പുണ്ണി എന്നാണ്. ക്ലാസ്സിൽ ഹാജർ വിളിക്കുന്നത് അങ്ങനെയാണ്. വി എന്നാൽ വടക്കേപ്പാട്ടെ എന്നാണ് അർത്ഥം. അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് കുട്ടികളൊക്കെ ഇരിക്കട്ടെ എന്ന ശബ്ദം കേട്ടത്. കുട്ടികൾക്ക് സദ്യയ്ക്ക് ഇല വെച്ചിരിക്കുന്നു. അപ്പോ വാസോ പ്രഭേ ഒക്കെ ഇരുന്നോ? എടുത്തു എൻ്റെ കുട്ടിശങ്കരൻ. നാണോ കുഞ്ഞുകുട്ടനും എൻ്റെ കൂടെ ഇരുത്തിക്കോ. പലരും പലരെയും അന്വേഷിക്കുന്നത് കേട്ടു. ആരും അവനെ അന്വേഷിച്ചില്ല. അവന് ഈ സദ്യ വേണ്ട. അത്ര കൊതിച്ചു വന്നതൊന്നുമല്ല. അരിശമാണ് ഉള്ളിൽ തോന്നിയത്. എല്ലാവരോടും അരിശം. അവന് ഇവരുടെ സദ്യ പുല്ലുവിലയാണ്. പറഞ്ഞ് എണ്ണം കളിച്ച ഒറ്റ കളിക്കാരനെ ഉണ്ടായിട്ടുള്ളൂ. അതവൻ്റെ അച്ഛനാണ്, കോന്തുണ്ണി നായർ. ഞാൻ കോന്തുണ്ണി നായരുടെ മകനാണ്. അച്ഛൻ ഉണ്ടാവേണ്ടിയിരുന്നു. അച്ഛനെപ്പറ്റി ആലോചിച്ചപ്പോൾ സെയ്താലിക്കുട്ടിയിലാണ് മനസ്സ് ചെന്നു മുട്ടിയത്. കുറ്റിത്തലയും ചോര നിറമുള്ള വട്ടക്കണ്ണുകളും. അവനാണ്. ഭഗവതി, അതിന് പകരം ചോദിക്കണേ. അപ്പോഴാണ് മാള് വന്നത്. അവൾ അടുത്തു തന്നെ പുള്ളുവത്തികൾ ചേർന്ന് പാടുന്നത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇടിയറകൾ പതുക്കെ താളം പിടിക്കുകയാണ്. വീണകളുടെ ശബ്ദം വേറെ കേൾക്കാം. കരിനാഗത്തിൻ്റെ പാട്ടാ പാടണ, മാളു പറഞ്ഞു. രാമൻ്റെ അനുജനാ. തുടർന്ന് രാമൻ്റെ പുള്ളുവത്തി തുടങ്ങി. അവൾ പാട്ട് ആരംഭിച്ചപ്പോൾ രാമൻ എഴുന്നേറ്റു. കളത്തിൽ കമ്മളെ വിളിച്ച് എന്തോ പറഞ്ഞു. കളത്തിൽ കമ്മൾ പന്തലിൻ്റെ പുറത്ത് വന്ന് പാട്ടിനേക്കാളും ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. കളം കൊള്ളാനുള്ളൊരു വരിക. ആളുകളുടെ കണ്ണുകൾ മുഴുവൻ ഉമ്മറത്തേക്ക് നീണ്ടു ചെല്ലുകയാണ്. അരിയും തിരിയും കവുങ്ങിൻ പൂക്കുലയും വെച്ച് തിളങ്ങുന്ന കിണ്ണമെടുത്ത് ഞൊറിഞ്ഞെടുത്ത 2 പെൺകിടാങ്ങൾ പന്തലിലേക്കിറങ്ങി. കിഴക്കേ വാതുക്കൽ നിന്ന് തൊഴുക. രാമൻ്റെ നിർദ്ദേശമനുസരിച്ച് അവർ തൊഴുതു. കളത്തിക്കമ്മള് വീഴ്ത്തണ നീര് വാങ്ങി കണ്ണും കാലും കഴുകുക. കളം 3 ചുറ്റും പ്രദക്ഷിണം വെച്ച് നാഗത്തിൻ്റെ തല നോക്കി ചമ്രം മടഞ്ഞിരിക്കുക. പ്രദക്ഷിണം വെച്ച് അവർ സർപ്പങ്ങളുടെ വാൽഭാഗത്തിനടുത്ത് വന്നിരുന്നു. അരിയും പൂവും ഇട്ട് നാഗത്തെ മനസ്സിൽ ധ്യാനിച്ചു തൊഴുക. പൂക്കുലെടുത്ത് കയ്യിൽ പിടിക്കുക. കിണത്തിൽ നിന്ന് കവുങ്ങിൻ പൂക്കുലയെടുത്ത് കയ്യിൽ പിടിച്ച് അവർ കെട്ടുപിടഞ്ഞ സർപ്പങ്ങളുടെ പത്തിയിൽ നോക്കിക്കൊണ്ടിരുന്നു. അത്ഭുതം കൊണ്ട് വിടർന്ന കണ്ണുകളോടെ അപ്പുണ്ണി ആ പെൺകിടാങ്ങളെ നോക്കി. ഇടതുവശത്ത് കറുത്തു മെലിഞ്ഞ് നീളമുഖമുള്ള ഒരു പെൺകുട്ടി. തൂണിൻ്റെ മറവു കാരണം അവളെ ശരിക്കും കണ്ടുകൂടാ. മറ്റേത് മെലിഞ്ഞ് കാണാൻ ചന്തമുള്ള പെണ്ണാണ്. അരയ്ക്ക് മീതെ കയ്യിലെ കവുങ്ങിൻ പൂക്കുലയുടെ നിറമുള്ള ശരീരത്തിൽ ഒന്നുമില്ല. അയ്യേ, നാണമില്ലേ ഈ പെണ്ണുങ്ങൾക്ക് എന്നാണ് ആദ്യം തോന്നിയത്. നോക്കിയിരിക്കുമ്പോൾ മാറത്ത് ചുറ്റുമുള്ള നിലവിളക്കുകളുടെ നാളങ്ങൾ പൊളയുന്നുണ്ടെന്ന് തോന്നി. പകുതി അടഞ്ഞ കണ്ണുകൾ. സൂക്ഷിച്ചു നോക്കിയാലേ ഉറങ്ങുകയല്ലെന്നറിയൂ. ഞൊറിഞ്ഞുടുപ്പു മാത്രമായിരിക്കുന്ന ആ പെൺകിടാവിനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മാണിത്തട്ടയുടെ പൊളയ്ക്കകത്ത് മറഞ്ഞിരിക്കുന്ന മിനുത്ത ഉണ്ണിയെടുത്ത് നോക്കുന്ന രസമാണ് തോന്നിയത്. അതാരാ? അവൻ മാളുവിനോട് ചോദിച്ചു. അത് അമ്മിണിയെടുത്തിയല്ലേ, വല്യമ്മാമ്മയുടെ ഒക്കേലും താഴെയുള്ള മോള്. മറ്റേത് തങ്കയെടുത്തി. മറ്റേത് ആരെങ്കിലും ആയിക്കൊള്ളട്ടെ. പാട്ടിൻ്റെ വേഗവും ഇടിയറയുടെ നാദവും പതുക്കെ പതുക്കെ കൂടി വന്നു. ഇപ്പോൾ സർപ്പക്കാവിൽ നാഗങ്ങൾ ഉറക്കം വിട്ടെഴുന്നേറ്റ് പടം വിടർത്തി ആടുന്നുണ്ടായിരിക്കും. കുട്ടികളിരിക്കുന്ന ഭാഗത്തു നിന്ന് പതുക്കെ ശബ്ദം കേട്ടു. കൊറ്റി കൊറ്റി വരണു. ഒരാൾ വെള്ളത്തുണി കൊണ്ട് ശിരസ് മൂടി വായിൽ പൊളിച്ച മടക്കണ കൊക്കാക്കി വെച്ച് കയ്യും കാലും കുത്തി വികൃത സ്വരം പുറപ്പെടുവിച്ച് പന്തലിലേക്ക് ചാടി ചാടി വന്നു. അതാണത്രേ കൊറ്റി. കൊറ്റി കൊട്ടയാട്ടി ചിരിപ്പിക്കാൻ നോക്കും. കളത്തിലിരിക്കണവർ ചിരിച്ചാൽ പാമ്പ് മേക്കേറില്ല. മാളുവിൻ്റെ വിശദീകരണവും കൂട്ടത്തിലുണ്ടായിരുന്നു. കൊറ്റി കുറേ ചാടിച്ചാടി നടന്നു. വെച്ച നാളികേരം കൊക്കിലെടുത്ത് മടങ്ങിപ്പോയി.
കളത്തിലെ കെട്ടുപിണഞ്ഞ നാഗങ്ങളെയും അവയിൽ കണ്ണുനട്ടിരിക്കുന്ന ആ നിലവിളക്കിലെ നാളം പോലെ തിളങ്ങുന്ന പെൺകിടാവിനെയും അവൻ മാറി മാറി നോക്കി. അവളുടെ കഴുത്തിൽ കുടുക്കിക്കെട്ടി കല്ലുപതിച്ച ആഭരണം വെട്ടിത്തിളങ്ങുന്നു. ദീപനാളങ്ങൾ മറച്ചിട്ടില്ലാത്ത മാറിൽ പുളഞ്ഞു മറിയുന്നു. പതുക്കെ പതുക്കെ അവൻ്റെ കണ്ണിൽ നിന്ന് പന്തലും മുറ്റവും ആളുകളും ഒഴിഞ്ഞുപോയി. ഇപ്പോൾ കൊടുങ്കാട്ടിലാണ്. ഉയരത്തിൽ മാനം മുട്ടി നിൽക്കുന്ന ഒരു വൃക്ഷത്തിൻ്റെ കവളിയിൽ രാജകുമാരൻ ഇരിക്കുന്നു. തലയിൽ കസവിൻ്റെ തലപ്പാവ്, തിളങ്ങുന്ന പട്ടുകുപ്പായം. അതിൽ അവിടെ ഇവിടെ തുന്നിപ്പിടിപ്പിച്ച രത്നക്കല്ലുകൾ പ്രകാശിക്കുന്നു. താഴെ കുതിര മേയുകയാണ്. തൻ്റെ രാജ്യം കാണാൻ സമ്മതം വാങ്ങി ഇറങ്ങിയതാണ് രാജകുമാരൻ. അതിർത്തിയിലെ കാട്ടിലെത്തിയപ്പോൾ വഴി തെറ്റിപ്പോയി. കൂടെ വന്ന മന്ത്രികുമാരനില്ല. ഈ രാത്രി അവസാനിക്കണം. അപ്പോഴാണ് അവൻ കാണുന്നത് കാട് മുഴുവൻ വിറപ്പിച്ചുകൊണ്ട് ചീറ്റി സർപ്പം ഇഴഞ്ഞു വരുന്നു. സർപ്പത്തിൻ്റെ ഫണത്തിനു പിറകിൽ സവാരി ചെയ്തുകൊണ്ട് ഒരു പെൺകിടാവുണ്ട്. അവളുടെ കഴുത്തിൽ വൈരക്കല്ലുകൾ പതിച്ച പതക്കം തിളങ്ങുന്നു. നേർത്ത കസവ് കൊണ്ട് ഞൊറിഞ്ഞെടുത്തിരിക്കുന്നു. പിന്നിൽ കുത്തിയൊഴുകുന്ന കാട്ടുചോല പോലെ മുടിക്കെട്ട് ചിതറിക്കിടക്കുന്നു. പാതി അടഞ്ഞ കണ്ണുകൾ. ഇടിയറകളുടെ ശബ്ദം പെട്ടെന്ന് നിലച്ചു. ഒരു ഞെട്ടലോട് വീണ്ടും അപ്പുണ്ണിയുടെ കണ്ണിൽ ചുറ്റുപാടുകൾ തെളിഞ്ഞു. കളത്തിലിരിക്കുന്ന പെൺകിടാങ്ങളുടെ ശരീരം പതുക്കെ ഉലയാൻ തുടങ്ങുന്നു. കയ്യിലെ കവുങ്ങിൻ പൂക്കുല വിറയ്ക്കാൻ തുടങ്ങുന്നു. പൊടുന്നനെ ഇടിയറകളുടെയും കുടങ്ങളുടെയും കയറുകളിൽ കല്ലുകൾ വീണു. എല്ലാം ഒറ്റ നിമിഷത്തിൽ കൂട്ടായി മുഴങ്ങി. പാട്ടിൻ്റെ താളം മാറിയിരിക്കുന്നു. ആടാട് ആട് നാഗേ കളവും കൊള്ളണമേ. കൊട്ടും പാട്ടും വേഗത്തിലാവുന്നതോടെ ആട്ടത്തിൻ്റെ വേഗവും വർദ്ധിച്ചു. കളത്തിൽ കറുത്ത സർപ്പങ്ങൾ പോലെ മുടി ഇഴയുകയാണ്. കാറ്റിൽ ചുഴലുന്ന വാൾത്തിരി പോലെ മെലിഞ്ഞു വെളുത്ത ആ ശരീരം ഉലയുന്നു. ഇത് പൂക്കുല കുത്തില്ല, മാളു പറഞ്ഞു. അതവൻ ശ്രദ്ധിച്ചില്ല. ഇടിയറകളുടെ ചെവിയടയ്ക്കുന്ന ശബ്ദം ശരീരം കോരിത്തരയ്ക്കുകയാണ്. ഒന്ന് ആടിയാൽ എന്താണെന്ന് അവനും നോക്കിപ്പോയി. കയ്യിൽ പിടിച്ച കവുങ്ങിൻ പൂക്കുല വിടാതെ സർപ്പങ്ങളെപ്പോലെ ആടി ഒളിഞ്ഞുകൊണ്ട് അവർ ഇരുന്നു കൊണ്ട് തന്നെ കളത്തിൽ നിരങ്ങി നീങ്ങുകയാണ്. കെട്ടുപിണഞ്ഞ സർപ്പങ്ങളുടെ രൂപം മറയുന്നു. വളഞ്ഞു പൊളയുന്ന ആ പെൺകിടാവിനെ നോക്കിയിരിക്കെ അവൾ മാറുന്നുണ്ടെന്ന് അവനും തോന്നി. ഉടൽ സർപ്പത്തിൻ്റെയും മുഖം മനുഷ്യ സ്ത്രീയുടെയുമായ ഒരു ജീവിയാണ് കളത്തിൽ തലയിട്ടുലയ്ക്കുന്നത്. മനുഷ്യ സ്ത്രീയുടെ മുഖമുള്ള സർപ്പം പടം വിടർത്തി ആടുകയാണ്. മാളു എന്തോ വീണ്ടും പറഞ്ഞു. അത് അപ്പുണ്ണി കേട്ടില്ല. പാതി കൂമ്പിയ അവൻ്റെ കണ്ണുകളിൽ നിന്ന് വീണ്ടും പന്തലും ആളുകളും മറഞ്ഞുപോയി. മനുഷ്യ സ്ത്രീയുടെ മുഖമുള്ള സർപ്പം പടമെടുത്താടുന്നു. അല്ല, സർപ്പത്തിൻ്റെ പത്തിക്ക് കടിഞ്ഞാണിട്ട് സവാരി ചെയ്യുന്ന പെൺകിടാവാണിപ്പോൾ. എല്ലാം കണ്ണു തുറക്കാതെ അവൻ കാണുന്നുണ്ട്. അവനിപ്പോൾ അപ്പുണ്ണിയല്ല, രാജകുമാരനാണ്. തൻ്റെ രാജ്യം കാണാൻ വന്ന് വഴിതെറ്റിപ്പോയ രാജകുമാരൻ. തണുത്ത കാറ്റ് ശരീരത്തിൽ അടിച്ചപ്പോഴാണ് കണ്ണു തുറന്നത്. കാടും സർപ്പവും സർപ്പകന്യകയുമില്ല. വൃക്ഷത്തിൻ്റെ മുകളിലല്ല, കോലായുടെ വക്കിൽ അവൻ കിടക്കുന്നു. പുറത്ത് നനഞ്ഞ തുണി പോലെ മങ്ങിയ ആകാശം. ദൂരത്തെ വാഴക്കൂട്ടങ്ങളിൽ മഞ്ഞിൻ പടലം തങ്ങി നിൽക്കുന്നു. താഴെ പന്തലിൽ ആരെല്ലാമോ തലങ്ങും വിലങ്ങും കിടന്നുറങ്ങുന്നു. ഉമ്മറവാതിൽ തുറന്ന് ആരോ വിളക്ക് കാണിച്ചു തിരിച്ചുപോയി. അകത്തുനിന്ന് ഒരു നാമജപം കേട്ടു. നാരായണ നാരായണ. താൻ എവിടെയാണെന്ന് മനസ്സിലാവാൻ ഏതാനും നിമിഷങ്ങൾ വേണ്ടി വന്നു. കുളിർമയുള്ള കാറ്റ്, കണ്ണുകൾ കനം തൂങ്ങുന്നത് പോലെ. അകത്ത് എവിടെ നിന്നാണെന്നറിഞ്ഞില്ല. നേർത്ത സ്വരത്തിൽ ആരോ ചൊല്ലുന്നുണ്ട്. നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ. വീണ്ടും കണ്ണുകൾ അടഞ്ഞു. പിന്നെ കൺമിഴിച്ചത് തണുത്ത ഒരു കൈ ശരീരത്തിൽ തടവിയപ്പോഴാണ്. അമ്പരന്ന് നോക്കിയപ്പോൾ അവൻ്റെ അരികത്ത് കുന്തിച്ചിരിക്കുന്നുണ്ട് ഒരു തള്ള. തല മുഴുവൻ നരച്ചിട്ടുണ്ട്. മേൽ മുഴുവൻ ചെതുമ്പലുണ്ടെന്ന് തോന്നും. അവർ ചുവന്ന കരയുള്ള ഒരു മുണ്ടുകൊണ്ട് പുതച്ചിട്ടുണ്ട്. നര കയറിയ ആ കണ്ണുകളിൽ നോക്കിയപ്പോൾ അവ പതുക്കെ ചിരിക്കുന്നുണ്ടെന്ന് തോന്നി. ഭയം തൽക്കാലത്തേക്ക് അവനെ വിട്ടകന്നു. എന്തോ പറയാൻ ഭാവിച്ചപ്പോൾ അവർ പറഞ്ഞു, പേടിക്കണ്ട കേട്ടോ, അമ്മമ്മയാണ്. അമ്മമ്മയാണ്, അവൻ്റെ അമ്മയുടെ അമ്മ. എണീറ്റ് അകത്തേക്ക് വാ. അപ്പുണ്ണി എഴുന്നേറ്റ് അവരുടെ പിന്നാലെ നടന്നു. കോലായിൽ ഉറങ്ങിക്കിടക്കുന്ന ചിലരെ ചാടിക്കടന്നിട്ട് വേണ്ടി വന്നു വാതിലെത്താൻ. ചിത്രപ്പണികൾ ചെയ്ത ഉമ്മറവാതിൽ കടന്ന് തെക്കിനിയിലേക്ക് കടന്നു. തെക്കിനിയുടെ അരികിലായിട്ടാണ് നടുമുറ്റം. നടുമുറ്റത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു നിലവിളക്ക് കത്തുന്നു. തെക്കിനിയിൽ നിറയെ സ്ത്രീകൾ കിടന്നുറങ്ങുന്നുണ്ട്. ഉറങ്ങിക്കിടക്കുന്ന സ്ത്രീകളുടെ കൂട്ടത്തിലേക്ക് അവൻ ഒന്ന് നോക്കി. രാത്രിയിൽ കണ്ട സർപ്പകന്യക ഉണ്ടോ? നടുമുറ്റത്തിൻ്റെ ചുറ്റുമുള്ള ഭീമൻ തൂണുകൾ കാണാൻ രസമുണ്ട്.
അപ്പുറം വടക്കിനെയാണ്. ജാലകങ്ങൾ തുറന്നിട്ടില്ല. ഇരുട്ടാണ് അവിടെ. നിലത്ത് ആരോ ചിലർ ഉറങ്ങുന്നുണ്ടെന്ന് തോന്നി. ഇടനാഴിയിലൂടെ നടന്നു. തട്ടില്ലാത്ത തളത്തിലെത്തിയപ്പോൾ തലേന്ന് കണ്ട മാളു എന്തോ ജോലി നോക്കുന്നത് കണ്ടു. ഒരു ജനാലയ്ക്കടുത്ത് അമ്മമ്മ പലകയിട്ടിരുന്നു. അവനെ അടുത്തു പിടിച്ചിരുത്തി പറഞ്ഞു, എൻ്റെ കുട്ടിയെ അമ്മമ്മ അറിഞ്ഞില്ല കേട്ടോ. കൊട്ടിലെ തള്ളി എന്നോട് പറഞ്ഞില്ല, ഇപ്പം മാളു പറയുക. അമ്മമ്മ അവൻ്റെ ശിരസ്സു തടവിക്കൊണ്ട് പറഞ്ഞു, നിൻ്റെ ഒരു യോഗം. അല്പം ആലോചിച്ച് അവർ വീണ്ടും പറഞ്ഞു, എൻ്റെ ഈ യോഗം, അല്ലാണ്ട് എന്ത് പറയുക. അവനൊന്നും പറയാനില്ല. ആകപ്പാടെ മനസ്സിൽ എന്തോ വിങ്ങിപ്പൊട്ടിട്ടുണ്ടെന്ന് മാത്രം. സ്കൂളിൽ പോണില്ലേ? ഉണ്ട്. എത്രയിലാ? 8. തുടർന്ന് അഭിമാനത്തോടെ അവൻ പറഞ്ഞു, തുറക്കുമ്പോൾ തൃത്താല സ്കൂളിൽ ചേരും. നീ നന്നാവണം. ഓൾക്ക് അമ്മയുടെ തൊണ്ട അടഞ്ഞതുപോലെ തോന്നി. ഓൾക്ക് നീയേ ആശ്രയമുള്ളൂ. വാതുക്കൽ ഒരു സ്ത്രീ വന്ന് നോക്കിപ്പോയി. തുടർന്ന് കുറേ സ്ത്രീകളും മുഖങ്ങൾ വാതുക്കൽ തിരക്കു കൂട്ടി. എല്ലാ കണ്ണുകളും അവൻ്റെ നേരെയാണ്. അവർ തമ്മിൽ എന്തോ പതുക്കെ പറഞ്ഞു. പുതിയ മുഖങ്ങൾ വാതുക്കൽ പ്രത്യക്ഷപ്പെട്ടു. റൗക്കയിട്ട് അല്പം നരകയറിയ ഒരു സ്ത്രീ അമ്മമ്മയുടെ അടുത്തേക്ക് വന്ന് ഒന്ന് ഒച്ചയനക്കി. എന്നിട്ട് താണ ശബ്ദത്തിൽ പക്ഷേ കർശനമായി പറഞ്ഞു, അമ്മ ഒരാപത്ത് വലിച്ചു വെക്കുക. എന്താടി ആപത്ത്? അമ്മമ്മ അറിഞ്ഞാ ഇന്ന് ഇവിടെ നിൽക്കണ്ട. അമ്മമ്മയ്ക്ക് ശുണ്ടി കയറിയതെന്ന് തോന്നുന്നു. എന്താടി ഇന്നെ അങ്ങോട്ട് കൊല്ലുവോ? ഈ മൈറ്റിൽ നല്ലതിനല്ല അമ്മാമ്മ. എന്നാ ഇന്നെ ഓനങ്ങോട്ട് മിണുങ്ങട്ടെ. എടി കുഞ്ചുകുട്ടിയെ, ദൈവത്തിനെ മറന്ന് ഓരോന്ന് പറയരുത്. നിൽക്കും എൻ്റെ കുട്ടികൾക്ക് ഇത്തിരി സ്വൈര്യമായിട്ടിരിക്കണം. അതാ ഞാൻ പറയണം. എടി, ഇവൻ്റെ തള്ളേനി ഞാൻ വട്ടിയിലിട്ട് പറ്റിയത് തന്നെയാണ്. അതൊക്കെ അമ്മാമ്മോട് പറഞ്ഞോളൂ, നിക്ക് കേൾക്കണ്ട. അമ്മമ്മ ഒന്നും പിന്നെ മിണ്ടിയില്ല. പുതച്ച മുണ്ടുകൊണ്ട് ഒരു കണ്ണൊപ്പി. വാദിക്കാൻ വന്ന സ്ത്രീ മടം പിടിച്ചുകൊണ്ട് നടന്നുപോയി. ഇപ്പോൾ വാതിക്കൽ സ്ത്രീകളല്ല, കുറേ കുട്ടികളാണ്. അവരും അവനെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്.